ക്രിസ്തീയ യാത്രയിൽ മാനസാന്തരവും രക്ഷയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല പ്രവൃത്തികൾ ഉണ്ടായിരുന്നിട്ടും കൊർന്നല്യോസ് ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതൊരു നിർണായക പാഠമാണ്. രക്ഷ പ്രവൃത്തികളാൽ സമ്പാദിക്കുന്നതല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഇന്ന് പലരും ധാർമ്മികമായി നല്ലവരായിരിക്കുന്നത് മതിയെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കൊർന്നല്യോസിന്റെ കഥ കാണിക്കുന്നത് നീതിമാനായ ഒരു മനുഷ്യനു പോലും സുവിശേഷം ആവശ്യമാണെന്നാണ്. ഒരു യഹൂദ അപ്പോസ്തലനായ പത്രോസ് മതപരമായ പാരമ്പര്യങ്ങൾ കാരണം വിജാതീയരുമായി സഹവസിക്കാൻ മടിച്ചു നിന്നു. എന്നിരുന്നാലും ദൈവം അദ്ദേഹത്തിന് അശുദ്ധ മൃഗങ്ങളുടെ ഒരു ദർശനം നൽകി അവനോട് ഭക്ഷണം കഴിക്കാൻ കൽപ്പിച്ചു. ഈ ദർശനം പത്രോസിന്റെ ചിന്തയിലെ നവീകരണത്തെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ ചിന്തകളെ മനുഷ്യ പാരമ്പര്യങ്ങളുമായിട്ടല്ല, ദൈവവചനവുമായി യോജിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ നവീകരണം സംഭവിക്കുന്നത്. പത്രോസിനെ പോലെ മുൻവിധികൾ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പദ്ധതി സ്വീകരിക്കാൻ നാം തയ്യാറാകണം. രക്ഷ യഹൂദന്മാർക്കും വിജാതീയർക്കും വേണ്ടിയായിരുന്നു. പത്രോസ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ജാതികളുടെ മേൽ വന്നു. പെന്തക്കോസ്തിൽ യഹൂദന്മാരെ സ്വീകരിച്ചതുപോലെ ദൈവം അവരെയും സ്വീകരിച്ചു എന്നതിന്റെ തെളിവായിരുന്നു ഇത്. തുടർന്ന് അവർ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇത് രക്ഷയുടെ നവീകരണ ശക്തി പ്രകടമാക്കുന്നു. അത് ജീവിതങ്ങളെ മാറ്റുന്നു, വിശ്വാസികളെ ഒന്നിപ്പിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ അവരെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ ഇതുവരെ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴാണ് സമയം. കൊർന്നല്യോസ് സുവിശേഷത്തോട് പ്രതികരിച്ചതുപോലെ നിങ്ങൾക്കും രക്ഷയുടെ ദാനം സ്വീകരിക്കാനും യഥാർത്ഥ പരിവർത്തനം അനുഭവിക്കാനും കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 10:43 ഇപ്രകാരം കാണുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു.